നാടകം കളിക്കാണല്ലേ? ഞാൻ ട്രൂപ്പിലൊന്നും ഇല്ലായിരുന്നല്ലോ. ആ പട്ടി കഴിവേറി. കാശിന് ഗതിയില്ലാത്തൊരു ചെറ്റ പട്ടിയുടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിച്ചെന്നെ വെട്ടിലാക്കാൻ നോക്കായിരുന്നല്ലേ? വെട്ടി അരിഞ്ഞ് നിന്നെ ഈ പറമ്പനകത്തെ കുഴിച്ചു മൂടും. പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരു എഞ്ചിനീയറെ തന്നെ കൊണ്ടുവരണമെന്ന് ഇട്ടിച്ചായ എന്റെ ഇന്ന് ബ്രോക്കർ പണം വാങ്ങിച്ചിട്ട് നീ എന്നെ ചതിച്ചല്ലോ. നിനക്ക് അവനെ തന്നെ കെട്ടണല്ലേ? ഈ കെട്ട് നടന്നില്ലെങ്കിൽ അമ്മച്ചിയാണ് സത്യം. ഞാൻ എന്റെ ജീവനെടുക്കും. ദൈവദോഷം പറയല്ലേ മോളെ, എല്ലാം കർത്താവ് നടത്തും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. 25 കൊല്ലം കഴിഞ്ഞ് കൂടെ പൊറുക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ മറുത്തൊരു വാക്കോ എന്റെ ഒരു അഭിപ്രായമോ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞിട്ടില്ല. നീ ഗിരിപ്രസംഗം നടത്താതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളിക്ക. ഈ കെട്ട് നടത്തണം. കുഞ്ഞുമാണിയുടെ മോടെ കെട്ടിണ്ടെന്ന് ഇവിടെയും കെട്ട് നടത്തുമെന്ന് പറഞ്ഞ ആളിന് പുറത്തിറങ്ങിയ മനുഷ്യരുടെ പരിഹാസിച്ചിട്ട് കാണേണ്ടി വരും. പിന്നെ ആലീസിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. അവിടെ അപ്പന്റെ ചില സ്വഭാവമെങ്കിലും അവക്കും കിട്ടി കാണുമല്ലോ. വാശി കാണിച്ച് അവളെ എന്തെങ്കിലും കെടുക്കുകയും ചെയ്യും എന്ന് വിചാരിച്ച് കാശ് എടുക്കാൻ കഴിവില്ലാത്തവന്റെ വീട്ടിലേക്ക് അവളെ പറഞ്ഞയക്കണമെന്നാ? 3-4 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ? ആ ചെറുക്കനാണെങ്കിൽ അന്തസ്സുള്ള പഠിത്തവും ഉണ്ട്. നമ്മളിപ്പോ അത്രയും ചിന്തിച്ചാ പോരെ? ഈ കെട്ട് മുടങ്ങിയെന്നറിഞ്ഞ ഇനി ഒരു ആലോചനയും കൊണ്ട് വരുന്നവർ ഇങ്ങോട്ട് കയറാൻ മടിക്കും. അത് നമ്മുടെ മോടെ ഭാവിക്കല്ലേ ദോഷം? കെട്ട് നടത്താൻ ഞാൻ ഒരുക്കുക. വിട്ടിയായതുകൊണ്ടല്ല, അഭിമാനത്തോടെ ഇത്രയും കാലം ജീവിച്ചു പോയി. അതുകൊണ്ടാ. തനിക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാകില്ല. അങ്ങനെ നാണം ഉള്ളവനല്ലേ നാണക്കേടെന്താണെന്നറിയൂ ഇല്ലടോ? പക്ഷെ ഒരു കാര്യം, അതോടെ എല്ലാം തീർന്ന് കരുതിക്കോണം. പിന്നെ ബന്ധോ സ്വന്തം പറഞ്ഞ് ഒരു ചേറ്റയും ഇതിനകത്തോട് കയറി വന്നേക്കരുത്. ഇവിടുന്ന് ആരും അങ്ങോട്ടും വരികയില്ല. പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് അയക്കുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. രണ്ടും എന്റെ കൂടെ ഇവിടെ താമസിക്കും. ഇതിനെല്ലാം സമ്മതമാണെങ്കിൽ കെട്ടുകിടത്താം. അപ്പച്ചൻ എന്തായി പറയുന്നത്? വേണ്ട മോനെ, ഇത്രയും ചെയ്തത് തന്നെ നാണം കെട്ട പണിയായിപ്പോയി. നമുക്കിതിവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. ഈ പുരയിടം വിറ്റ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശങ്ങ് തിരിച്ചു കൊടുക്കാം. നമ്പ്യാരുടെ കടം വീട്ടിയത് കൊണ്ട് ആർക്കെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാമല്ലോ. ചാണ്ടിയെ ചിട്ടിച്ചനോട് അവധി മേടിക്കാം. പ്രായമായി ഈ പെൺകുട്ടികളെ വിളിച്ചോണ്ട് എങ്ങോട്ട് പോകണമെന്ന് അപ്പച്ചൻ പറയുന്നത്? എങ്ങോട്ടെങ്കിലും പോവാം. ഇവർക്കൊക്കെ ഒരു ജീവിതമുണ്ട്. അപ്പച്ചൻ അത് മറക്കരുത്. ഞാൻ പിന്നെ എന്ത് ചെയ്യണം ജോർജ് കുട്ടി? ആ മനുഷ്യൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ സമ്മതിക്കണം. വിവാഹം നടക്കട്ടെ. എന്റെ ജീവിതം ആ വീട്ടിലൊരു പണയവസ്തു ആക്കണമെന്നല്ലേ ഉള്ളൂ. ഞാൻ തയ്യാറാ. നാണക്കേടിന്റെ കുളത്തിൽ അറിയാതെ നനഞ്ഞില്ലേ? ഇനി മുങ്ങാം. എനിക്കിപ്പോ അതൊരു പ്രയാസമായിട്ട് തോന്നുന്നില്ല. മതി. എന്താ അവസാനം എനിക്ക് ഇവിടെ എണീക്കാൻ പറ്റാതാവും. അത് സാരല്ല, ഞാൻ താങ്ങി പിടിച്ചുകൊണ്ട് കിടത്തിക്കോളാം. എന്നിട്ട് ഉണ്ണാറാകുമ്പോ എഴുന്നേറ്റ് വന്നാ മതി. എന്നാ പിന്നെ കാര്യം ചെയ്യാം, ഇവിടെ തന്നെ ഇരിക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ പിന്നെ ഊണും കഴിഞ്ഞ് എണീക്കല്ലോ. ഇങ്ങനെ 3 നേരം ഇറച്ചി മാത്രം കഴിക്കാൻ തുടങ്ങിയല്ലേ എന്റെ കാര്യം ഒരു പരുവത്തിലാവും. അപ്പൊ കഥയിലെ സണ്ണിക്കൂട്ടിന് അപ്പനെ പോലെയുണ്ടെന്ന് നീ തന്നെ പറയും. എനിക്ക് വേണ്ടെന്ന്. എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ എന്താണ് ഇത്ര വിളിക്കാൻ? അടുക്കളയിലുണ്ട്.
ഏലമോ എന്നാ കുന്തം, എനിക്ക് കൂപ്പലേലത്തിന് പോണം. ആ ജീപ്പ് ഒന്ന് കഴുകിയിട്ടിട്ടില്ല. പൈലി എവിടെ പോയി? നിന്റെ അപ്പന്റെ ശവടക്കിന് അവൻ തോട്ടത്തിൽ പോയിരിക്കല്ലോടി. പിന്നെ ഞാൻ കഴുകണോ ജീപ്പ്? വേണ്ട, 3 നേരം മൂക്കറ്റ കേട്ടിട്ട് ഇവിടെ തന്നെ കിടന്നു. നിന്റെയൊക്കെ വയറ് നിറയ്ക്കാൻ ഒരുത്തനിവിടെ ഓടി നടക്കുന്നുണ്ടല്ലോ. അയ്യേ, നീ എന്നതാ മോനെ കാണിക്കുന്നേ? ഞാൻ ആ വേലക്കാരി പെണ്ണിനോട് പറയായിരുന്നല്ലോ. ഹേയ്, സാരമില്ല. വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് നല്ലതല്ലേ? ആലീസേ, ഞാൻ കൂടെ കൂടാം. വേണ്ടായിരുന്നു. ഈ അപ്പച്ചൻ ഇപ്പൊ ഇത് കഴുകാതങ്ങ് പോയാലെന്താ? അരമനെ തിരുമേനെ കാണാൻ പോവാണല്ലോ. ആലീസേ, എടി ആലീസേ. വരുന്നു അപ്പച്ച. ഓയിലും വെള്ളമൊക്കെ നോക്കിയോ? ഉവ്വ്. എടുത്ത് മാറ്റ. അറിയില്ല നീ. വെട്ട് വെട്ട് കളിക്കടോ. ആണോ? മിലിറ്ററി അച്ചായനായിരുന്നോ? ഇതെന്നാ പോലീസ് ജീപ്പില്? പോലീസ് അല്ലടാ, പൗലോസ്. എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്. പുതിയ എസ് ഐ വരുന്നെന്ന് കേട്ടു. ഞാൻ വിചാരിച്ചു പുള്ളിക്കാരനായിരിക്കും. ആസ്മാൻ കെ നീച്ചെ പോലീസ് കാ നാം സുനത്തോ. പേടിക്കുന്ന നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇത്ര ചോട്ടാ മോട്ട വിലകളൊക്കെ വേണല്ല. പോയി കളിക്കാം. കോൺ ഹേ? ഈ പോസ്റ്റ് ഓഫീസ് ഇത് ചായക്കട. മനസ്സിലായില്ല. ഈ പോസ്റ്റ് ഓഫീസേ കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന. ഓ, ഡാക്കർ അല്ലേ? അത് മനസ്സിലായി. ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ചീരം കണ്ടത് വീട്ടിൽ നിന്ന് മാരി ചെയ്തിരിക്കുന്നത്. ഓ, മിസ്റ്റർ ജോർജ് കുട്ടി. എങ്ങനെ മനസ്സിലായി? അറിയാം, ബ്രോക്കർ സ്റ്റാൻഡി എന്റെ ഫ്രണ്ടാ. എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാനിരിക്കുന്നു. അല്ല, അതെ, അങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനും ഇട്ടിച്ചനും തമ്മിൽ അത്ര സുഖത്തിലല്ല. അതിരിക്കട്ടെ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൗലോസ്, ഒരു വിമുക്ത ഭടൻ. ഇതെന്റെ സ്വന്തം സ്ഥാപനമാണ്, ഹോട്ടൽ ജയ് ജവാൻ. അല്ല, പോസ്റ്റ് ഓഫീസ് ഒരു 2 കട അങ്ങോട്ട് കടന്ന് വലത്തോട് തിരിഞ്ഞാ മതി. ഓ. ഓക്കെ. പിന്നെ അത് കണ്ട പോസ്റ്റ് ഓഫീസാണ് തോന്നൂല, പക്ഷെ അതാണ് പോസ്റ്റ് ഓഫീസ്. ശരി. അല്ല, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പോസ്റ്റ് മാഷ് കൃഷ്ണൻ നായരുടെ പശു പ്രസവിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാ. അയ്യോ. അല്ല, ഒരു കാലി ചായ കുടിച്ച് വിശദമായി സംസാരിക്കും. വിരോധമില്ലല്ലോ? ഇല്ലല്ലോ? ഇല്ല. ഇല്ലല്ലോ? ഇല്ല. നടന്നു. അന്തരായി വെൻ ഐ വാസ് ഇൻ ആർമി, ഞാനൊരു തീപ്പന്തമായിരുന്നു. ജോർജ് കുട്ടിക്കറിയോ? സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഭീകരമായ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ ഭീകരന്മാരായിരിക്കും അല്ലേ? ആളുകളുടെ ജോലിയാണല്ലോ. ഭാസ്കര ഒരു ഛായടേ. ജയ് ജവാൻ. ജയ് കിസാൻ. കിസാൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ? കൃഷിക്കാരൻ. ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ് ഇവൻ. അച്ചായോ വേണ്ട വേണ്ട. ഒരു തമാശ പറഞ്ഞല്ലേ? സോറി. ഇത് ജോർജ് കുട്ടി ഇട്ടിച്ചിന്റെ മരുമകൻ. ഇത് സുഗതൻ. കൊടുക്കണ കൈ. ഹലോ. അല്ല, വളരെ സന്തോഷം. വെറും സുഗതനല്ല, സുനന്ദ സുഗതൻ. സുനന്ദ തിയേറ്റേഴ്സിന്റെ സ്വന്തം നാടക കമ്പനിയാ. തനിക്ക് എത്ര വയസ്സായി? അതിപ്പോ ഈ അതല്ല, തനിക്ക് എത്ര വയസ്സായെന്നുള്ള എന്റെ പുതിയ നാടകത്തിന്റെ പേരാ. നിന്റെ അപ്പന്റെ 16ാം അടിയന്തരം. അത് ഇവന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ്. തമാശ തമാശ. മോനെ, നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. മോനെ, കുവൈറ്റിലേക്ക് എണ്ണ കെട്ടില്ല കേട്ടാ.
മാസ്റ്റർ तीन चालो अच्छा साहब 11, 12, 13. എന്താടാ ഇത്? ആദ്യം ഞാൻ കരുതിയ വല്ല വേലക്കാരനുമായിരിക്കും. കാലത്ത് കുറച്ച് പണിയുണ്ടായിരുന്നേ. എന്താ രണ്ടുപേരും കൂടി ഒരു മുന്നറിയിപ്പില്ലാതെ? ഇവളെ ഇറക്കിക്കൊണ്ട് വരാൻ ലൈസൻസ് ആയി. മാരേജ് ഫിക്സ് ചെയ്തു. കമ്മിങ് 21st. ആഹാ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. വാ അപ്പച്ചാ, ഇതൊക്കെ ഫ്രണ്ട്സാ. നമസ്കാരം. എന്നാ പേര്? പ്രകാശ്. ഇതെന്റെ ഉഡ്ബി. അതിനാ? അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടി. ഓഹോ, ഇവിടൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അതൊക്കെ പഴയ കാലമല്ലേ എങ്കിൽ. പഴയതായ തന്തയല്ലാതാകുവോ? അലിസ, പ്രകാശിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന കക്ഷിയാ. കേറി ഇരുന്നാട്ടെ. ഇല്ല, ഇനി ഒരിക്കലാവാം. മാരേജിന് വരുമ്പോ ആലീസിനെ കൂടെ കൊണ്ടുവരണം. എന്നാ വരട്ടെ. ആ എടാ, വന്ന കാര്യം മറന്നു. നമ്മുടെ റിസൾട്ട് വന്നു. നീയാണ് കോളേജിലെ ടോപ്പ് സ്കോറർ. ആ, നമ്മുടെ മേനോ സാറാ എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞത്. താങ്ക് യു പ്രകാശ്, താങ്ക് യു. ശരി വരട്ടെ. ഈശോയെ, ഒരു കാപ്പി പോലും കുടിക്കാതെ അങ്ങ് പോവാ. കഴിവേറി. എടാ എവിടെ നോക്കിയാടാ വയലി ചെയ്യുന്നത്? ജോലി ചെയ്യടാ. നിന്റെ അമ്മായിപ്പനാള് ശരിയല്ലല്ലോ. ഓക്കെ ആലീസ്. ആ അങ്കിളെ പോട്ടെ. ഓ ആട്ടെ, എവിടെ പോവുക? കേറകത്ത്. അപ്പോഴേ അവര് പൊയ്ക്കോളും. കടയിൽ ഈ ഷീറ്റ് കൊണ്ടുപോയി കിടന്ന് കാശ് മേടിക്കണ്ടതാ. അച്ചായോ, എന്തുവാടാ? നമ്മുടെ ജോർജ് കുട്ടിയെ പുതിയ SI പൊക്കി. എടാ പരനാറി, നീ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? എങ്ങനെ പ്രതീക്ഷിക്കാൻ, അതും ഈ വേഷത്തില്. കോളേജിൽ ഏറ്റവും വലിയ റൗഡിയായിരുന്ന നീ. ഏതായാലും നിനക്ക് പറ്റിയ പണി തന്നെ. ഇടിക്കൂടാ നീ? ഇടിക്കണ്ടെന്ന് കരുതിയാലും ചിലപ്പോ ഇടിച്ചു പോകും. അതിനുവേണ്ടി ചില പാർട്ടീസ് ഉണ്ട്. നീ എത്ര നാളെ ജോയിൻ ചെയ്തിട്ട്? ജോയിൻ ചെയ്തിട്ട് അധികാലമൊന്നും ആയില്ല. പക്ഷെ ഇതെന്റെ 9ാമത്തെ സ്റ്റേഷനാണ്. അതെന്താ അങ്ങനെ? നമ്മുടെ ക്യാരക്ടറിന് ചിലതൊന്നും ഒത്തുവരില്ല. എനിക്ക് ബോധിച്ച പോലെയൊക്കെ ഞാൻ ചെയ്യും. അപ്പൊ ട്രാൻസ്ഫർ അടിച്ച് കൈ തരുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നിനക്കിവിടെ എന്താ പരിപാടി? പറയാം. ഇതെന്നാണ്? ഇംഗ്ലീഷ് പത്രം. ഇംഗ്ലീഷ് പത്രം? ഇവിടെ ആർക്കാ ഇംഗ്ലീഷ് പത്രം? ഈ സാർ പറഞ്ഞു ഇന്നോട്ടിടാ. ഇവിടെ ആവശ്യമുള്ളതൊക്കെ ഞാൻ വരുത്തുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ പറയും. എന്നാ കൊണ്ടുപോ. എന്നാ സാറേ ഇത്? ആളെ കളിയാക്കുവാണോ? കൊണ്ടുപോടാ. അവന്റെ ഒരു ഷാറ്. നീ ഇംഗ്ലീഷ് പത്രം വരുത്താത്ത കുഴപ്പമേ ഉള്ളൂ. ജില്ലാ കളക്ടർ താമസിക്കുന്ന വീടല്ലേ. ആ ചക്രത്തിന് ഗതിയില്ലാത്തവനൊക്കെ ഇംഗ്ലീഷേ വായിക്കൂ. എന്തോ അപ്പച്ചൻ പറയുന്നേ? ഹേയ്, എന്നോട് പുള്ളിക്ക് വല്ലാത്ത സ്നേഹം തോന്നുന്നു. എന്റെ ഭാഗ്യം അല്ല ലിസേ? ജോർജുട്ടി, ജോർജുട്ടി, എന്താ സുധ? ഒന്ന് എളുപ്പം വന്നേ. നമ്മുടെ അച്ഛനെ SI പൊക്കി. ആ ഈ പൗലോസ് എഴുതിയിരിക്കുന്ന കണ്ടാ? ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുക? പൗലോസ് വേറെ ഒന്നും തോന്നൂലേ? ഒറ്റ നോട്ടത്തില്. ഒറ്റ നോട്ടത്തിലില്ല, രണ്ടാമത്തെ നോട്ടത്തില് ചിലപ്പം പോലീസിന് തോന്നും. അല്ലേ? അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ? അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം പറ്റിപ്പ് പാർട്ടിയല്ല. എന്നെ പിടിച്ച് കള്ളസത്യം ഇടരുത്. ഇത് കള്ളസത്യമല്ലേ സാറേ, സത്യമായിട്ട് സത്യവും സത്യം പിന്നെ തന്നെയാണ്. എന്താണോ തന്റെ ഉദ്ദേശം? സാർ ഞാൻ പറയാം സാർ, ഇപ്പോഴത്തെ കാലല്ലേ, എപ്പോഴാണ് ബന്ദ് തുടങ്ങാന്നറിയില്ല. കഴിഞ്ഞ മാസം തന്നെ ടോട്ടൽ 29 ദിവസവും ബന്ധവും സ്ട്രൈക്കും ലാത്തി ചാർജും അടിപിടിയും തീവെപ്പൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഈ പോലീസിന് തോന്നിക്കുന്ന ജീപ്പ് ആയിട്ട് വീട്ടിലെത്തി കെട്ടിയോളി മക്കളെ കാണാലോ എന്നുള്ള ഉദ്ദേശം. എപ്പോഴും ആ ഉദ്ദേശം നടക്കൂല. ചിലപ്പോ താൻ എത്തുന്ന പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പൊ സൗകര്യം ഇവിടെ അലമ്പൊന്നും ഉണ്ടാവില്ലല്ലോ. മതി മതി, മതി, തമാശ അധികം വേണ്ട. വേണ്ട. ആ വാ ഇരിക്കും. ആ, തന്റെ അടുത്തൊരു ശുപാർശയായിട്ട് വന്നതാ. എന്താണ്? ഈ മിലിറ്ററി അച്ചായൻ ഇയാൾ ആള് ഭയങ്കര ഫ്രോഡാണല്ലോടാ. പാവടാ, നിറക്കിവിട്ടത്. ആ താൻ ആ വണ്ടിയുടെ പേര് മാറ്റേ, ഓ, വല്ല ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്. ഓ. അല്ലാതെ ഞാൻ ആ വണ്ടി റോട്ടിൽ കാണരുത്. ആ ചെല്ല്, മേരെ ഗാഡി ഉൾട്ടാ കറക്കെ നിർത്തോ. നിർത്തി സാർ.
ഞാനിത് ഓൾട്രേഷൻ ചെയ്ത് ഒരു സൈക്കിൾ റിക്ഷയോ മറ്റൊരു വാഹനം ആക്കിക്കോളാം സാർ. ആ മതിയല്ലേ? പിന്നെ ഇനി വെയിറ്റ് ചെയ്യണ്ട, ഞാനൊരു 2 പാക്കറ്റ്. പോട്ടെ സാർ. പിന്നെ ആ പറ. അച്ചായനത് കണ്ടോ? കാലത്ത് 8:30 വേളാങ്കണ്ണിക്ക് വന്ന് ഇറങ്ങിയതാ. ഒരനക്കവും ഇല്ല. ഇപ്പൊ തന്നെ 2-3 ചായയും 2 കുറ്റി പുട്ടും കറി വേറെ. കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്. ആരാ? ഈ ലൊക്കാലിറ്റിയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പൊട്ടനാ. ഞാൻ പൗലോസ്, ഈ കടയുടെ ഓണറാ. എന്താ പേര്? എന്റെ പേര് ആമപ്പറമ്പിൽ ആന്റോ. ഇവിടെ എന്താ? ഞാൻ ആ ചീരങ്കണ്ട തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ. എന്താണാവോ കാര്യം? വെറുതെ ചോദിച്ചതാ, പറയണ്ട. ഏയ് അതല്ല, വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം ഒളാക്കരുന്ന കുട്ടപ്പൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാനൊരു പരുക്കനായിട്ട് അഭിനയിക്കുക. അത് ശരി. അതെ, ആ. എന്റെ അമ്മച്ചി ചീരം കണ്ടെത്തിയാ ആഹാ. ഇത്തിച്ചന്റെ ഊത്തത്. ആ. അവരെന്റെ അപ്പച്ചനെ കെട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയതാ. ഓ. ലവ് മാരേജ്. ആ, ന്യായമായി ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുണ്ട്. അതെ. അപ്പച്ചൻ മരിച്ച ശേഷം അമ്മച്ചി വലിയ കഷ്ടത്തില. അയ്യോ. അമ്മച്ചി ഒരു എഴുത്തയച്ചന് ഇട്ടിച്ചന്റെ മറുപടി ഒന്നും കണ്ടില്ല. ഉം. അപ്പൊ കുട്ടപ്പനാ പറഞ്ഞത് ഉം. ഇട്ടിച്ചന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ. ആ. ദേ ഈ ഷർട്ടും മുണ്ടും കുട്ടപ്പൻ വാങ്ങിച്ചു തന്നതാ. ആഹാ. ദേ ഇത് എന്തിനായി കത്തി? എല്ലാം കുട്ടപ്പന്റെ ഐഡിയ. മര്യാദക്ക് ചെന്ന് വീതം ചോദിച്ചാൽ ഇട്ടിച്ചൻ കുലുങ്ങലെന്നാ കുട്ടപ്പൻ പറയുന്നത്. ആ. എന്റെ വീതം ഇങ്ങ് തരുന്നു. അങ്ങനെ വരട്ടേണ്ട രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല. പോറേണ്ട വല്ല അവസരം വന്ന് ആയങ്ങ് പൂറിയേക്കണം. എന്റെ അമ്മച്ചിയുടെ അപ്പന്റെ സ്വത്തിന്റെ വീതം എന്റെ അമ്മച്ചിക്ക് കിട്ടാനുള്ളതല്ലേ? മര്യാദക്ക് അതിങ്ങ് തരണമെന്നാണ് ഞങ്ങൾ പറയണത്. ഓഹോ, അമ്മയുടെ വീതം മേടിക്കാൻ വന്നിരിക്കുക. അതെ, പിച്ചാത്തിയായിട്ടോ? പിച്ചാത്തി കുട്ടപ്പൻ അഭ്യാസമൊക്കെ അറിയാം. മര്യാദക്ക് എന്റെ അമ്മച്ച വീതം ഇങ്ങ് തരാനാ പറഞ്ഞത്. റബ്ബർ വെട്ടാൻ നിന്നവനോട് ഒളിച്ചോടിപ്പോയ നിന്റെ അമ്മയെ അന്നെന്റെ കൈ കിട്ടിയിരുന്ന കൊടുത്തു വിട്ടനെ. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരുമ്പെട്ടോള്. ഇറങ്ങി പോടാ. പോയി നിന്റെ തന്തയുണ്ടല്ലോ, അവനെയൊക്കെ പറഞ്ഞുവിട്. കൊടുത്തു വിടാം. ദേ, ചത്തു എന്റെ അപ്പനെ പറഞ്ഞുണ്ടല്ലോ. പറഞ്ഞാ നീ എന്നാ ഇവിടെ ചേറ്റപ്പട്ടി കത്തി കേടാ. ഞാൻ പോവുകയല്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ചെന്നാ മതിയെന്ന കുട്ടപ്പൻ പറഞ്ഞത്. കുറ്റപ്പൻ ഇറങ്ങി വിടാ വലിയവനെ. താനെന്തിനാ പിടിക്കുന്നേ? കുട്ടപ്പനോട് പറഞ്ഞു കൊടുക്കേ. പോടാ പോടാ. നോക്കിക്കോ ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. കടുങ്കൈ അപ്പച്ചൻ കാണിക്കുന്നത്. അവർക്കും കൂടി കിട്ടേണ്ട സ്വത്താ വെച്ച് അനുഭവിക്കുന്നേ. അരുതാത്തത് ഒരുപാട് ചെയ്തു കൂട്ടുന്നുണ്ട് നിന്റെ അപ്പച്ചൻ. കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നത് ഓർക്കപ്പുറത്തായിരിക്കും. അന്ന് മുതലും പലിശയും കൂട്ടി ഒരുപാട് കാണും. ആലിസേ, നിന്റെ പ്രാർത്ഥന വലിച്ചു മോളെ. അന്ന് ഞാൻ അപേക്ഷ അയച്ചില്ലേ, ആ ജോലി എനിക്ക് കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡറാ. എന്റെ മാതാവേ, അതാ പറഞ്ഞത്, ഐശ്വര്യമുള്ള ആൾക്കാർ വീട്ടിൽ കാല് കുത്തിയ ഐശ്വര്യം പുറകെ വരുമെന്ന്. അല്ലെങ്കിൽ ഞാനിന്ന് പുന്നത്തോട്ട് വള്ളം കളിക്ക് കൊണ്ടവനാ. ഇവിടെ കിടന്ന് കുട്ടികളി കളിക്കണ്ടല്ല. ആ ജോർജോട്ട് ചെലവുണ്ട്. എവിടെയാ മോനെ ജോലി കിട്ടിയത്? ബാംഗ്ലൂരിലാ. അവിടുത്തെ ഒരു വലിയ ഫാക്ടറിയാ. ശരിക്കും പറഞ്ഞാ ഭാഗ്യം വേണം അവിടെ ഒരു ജോലി കിട്ടാൻ. ആ അത് ശരിയാ, ബാംഗ്ലൂർ സ്ഥലം ബെസ്റ്റാ. അവിടുത്തെ ആൾക്കാർക്ക് സ്പോർട്സ് പ്രേമികളാ. അമ്മച്ചി, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തിരിച്ചാ വീട്ടിൽ കയറുന്ന വിവരം പറയായിരുന്നു. മറ്റന്നാ കാലത്ത് ജോയിൻ ചെയ്യണ്ട. അപ്പച്ചൻ കിഴക്കേത്തോട്ടത്തിൽ പോയിരിക്കുവാന്നല്ലോ. ഇട്ടിച്ചായ പറഞ്ഞവരെ കാത്തിരുന്ന എങ്ങനെയാ? അത് ഞാൻ എപ്പോ വരുന്ന ഓർത്തിട്ടാ. അങ്ങേര് തേക്കുണ്ടറി കൊണ്ടുവരാൻ പോയിരിക്കുക. ഇനിയിപ്പോ രാത്രി 7 മണി കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. എന്നാ പിന്നെ നേരം കളയാണ്ട് നീ പോ. പിന്നല്ലാതെ അനുഗ്രഹം വാങ്ങിച്ചോണ്ട് ഇറങ്ങാൻ മുതിർന്നവരാരെങ്കിലും വേണം. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോ ഞാനില്ലേ ഇവിടെ. ആ യോഗ എനിക്കന്ന് കൂട്ടിയാൽ മതി. ഇപ്പൊ വിട്ടാ മഹാറാണി കിട്ടും. ആ പ്ലേറ്റിംഗ് എടുത്ത്. ആ പ്ലേറ്റും കൂടെ എടുത്ത്. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ. ഏയ്, നീ എന്താ മൂടോട്ടായിട്ടിരിക്കുന്നു? ഞാൻ പോണോണ്ടാ?
മുഖം വെറുപ്പിച്ചിരിക്കാതെ. ഞാൻ തനിച്ചല്ല, നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നത്. നീ ബാംഗ്ലൂർ കണ്ടിട്ടില്ലല്ലോ? ബാംഗ്ലൂർ കോട്ടയത്തിന് പോയത് തന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് 2 തവണയാ. എന്നാ വേഗം പോയി റെഡിയാവും. എന്താ? ഞാൻ കൂടെ വന്നാലെന്താ? വാടി. എങ്കിലും അമ്മച്ചോട് പറയട്ടെ. പിന്നെ വേഗം വേണം. 2 കാലിലെ ബസ് പോയ പിന്നെ തെണ്ടി തന്നെയാ. അമ്മച്ചി, ഞാനും കൂടെ ചെല്ലാൻ പറഞ്ഞു. എന്റെ ഈശോ, അതിപ്പോ അപ്പച്ച വരുമ്പോ ഞാൻ എന്നാ പറയാം മോളെ? ഞങ്ങൾ ഒന്നിച്ച് ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ. അത് നേരാ, അമ്മച്ചിക്ക് ഇഷ്ടമാ മോളെ. എന്നാലും വന്നിട്ട് എന്റെ നേർക്കായിരിക്കുമല്ലോ ചാട്ടം. അത് അമ്മച്ചി മയത്തി പറഞ്ഞത് ഒതുക്കിയാ മതിന്നേ. കുരിശ് എന്റെ തലയില്. പൊയ്ക്കോ. ജോർജ് കുട്ടിയുടെ ഈ വഴിച്ചെലവിന് കാശൊന്നും കാണുകയില്ല. നീ ഇതൂടെ കൈവച്ചോ. ശരി. അയ്യേ, ഇതെന്നതാ? സ്വർണ്ണക്കടയുടെ പരസ്യോ? വലിയ സിറ്റിയിലോട്ടാ പോകുന്നത്. പൊന്നിന് വേണ്ടി ആരെങ്കിലും എന്റെ മോളുടെ കഴുത്തറത്തോണ്ട് പോകും. പേരിന് 1 2 മതി. എന്നാ അയച്ചേക്കല്ലേ? അവിടെ എന്നാ വായിക്കണ്ട. വരട്ടെ മച്ചി. ശരി മോനെ, ഇവളെ നോക്കിക്കോണേ. 10 ആളെ ഒന്നിച്ച് കാണുമ്പോ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ആവും പെണ്ണ. പോവാ അമ്മച്ചി.